بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥവും വിശദീകരണവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഏകദേശം ഒരു 8-9 മാസമായി നമ്മൾ ഫാത്തിഹ സൂറത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ക്ലാസ്സുകൾ നമുക്ക് ഇതിനു വേണ്ടി മാറ്റിവെക്കാനുള്ള കാരണം നിർബന്ധമായും 17 തവണ ഒരു ദിവസം നമ്മൾ ഓതേണ്ട ഒരു സൂറത്ത് അത്രയും ഗൗരവത്തിൽ പ്രാധാന്യത്തിൽ മറ്റൊരു സൂറത്തും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ആ ഫാത്തിഹ സൂറത്തിന്റെ ആശയവും അർത്ഥവും പോലും അറിയാത്തവരായി പഠിക്കാത്തവരായി മാറുന്ന ഒരു അവസ്ഥ വളരെ ഖേദകരമാണ്. ഒരു സമൂഹം ആ സമൂഹത്തിന്റെ ഉന്നതിയും ആ സമൂഹത്തിന്റെ ഔന്നിത്യവും ശ്രേഷ്ഠതയുമെല്ലാം പഠിപ്പിക്കപ്പെട്ടത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ്. അതിൽപ്പെട്ട ഒന്നാണ് കൃത്യമായി 5 നേരം നിസ്കരിക്കുന്നവരാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തീങ്ങൾ എന്നത്. ഈ ഉമ്മത്തിന്റെ ഒരു ശ്രേഷ്ഠതയും പ്രത്യേകതയും നമസ്കാരത്തെ മറ്റ് ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്നത് ഏറ്റവും അഫ്ളലാണ് നമസ്കാരം എന്നതാണ്. ഈ നമസ്കാരം മതി ഈ സമൂഹത്തെ ഉന്നതിയിലെത്തിക്കാൻ. പക്ഷേ ആ നമസ്കാരം ജീവനില്ലാത്തതായി, ചൈതന്യമില്ലാത്തതായി, നിസ്കരിക്കുന്നവർ പോലും കേവലം ഒരു കാട്ടിക്കൂട്ടൽ മാത്രമായി മാറുന്ന ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഒരു മനുഷ്യനെ മുച്ചൂടും മാറ്റുന്നത് നമസ്കാരമാണ് എന്ന് ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മകളിൽ നിന്ന്, നീചകൃത്യങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്നത് നമസ്കാരമാണ്. പക്ഷേ ആ നമസ്കാരം അതിന് പര്യാപ്തമാകാത്ത ഒരു അവസ്ഥയുണ്ട്. പണ്ട് ജുമാക്ക് വരെ നമ്മുടെ നാട്ടിൽ 40 ആൾ തികയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഷാഫിഈ മദ്ഹബാണ് നമ്മുടെ നാട്ടിൽ. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഒരു ജുമാ സ്വഹീഹാണെങ്കിൽ ചുരുങ്ങി 40 ആൾ വേണം. അപ്പൊ 40 ആൾ നിസ്കരിക്കാൻ പള്ളിയിൽ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പല നാടുകളിലും. എണ്ണാൻ വേണ്ടി 40 ആളായോണ്ട് എണ്ണാൻ വേണ്ടി ആൾ നിർത്തുമായിരുന്നു. ഞാനിത് പറയുന്നത് ആധികാരികമായിട്ട് പറഞ്ഞു. കാരണം എൻ്റെ ഒരു അമ്മാവൻ, ഉമ്മാന്റെ ആങ്ങള, അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി അറിയുന്നു. പണ്ട് 40 ആളായോ എന്നുള്ളത് ഖത്തീബിനെ അറിയിക്കുക. 40 ആളാകാൻ വേണ്ടി കാത്തുകയായിരുന്നു. ഇന്ന് ഉള്ളൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ ജുമാക്ക് ധാരാളം പള്ളികളിൽ ജുമാണ്ട്. പള്ളിന്റെ റോഡിന്റെ അപ്പുറത്തും പള്ളി ഇപ്പുറത്തും പള്ളി എല്ലായിടത്തും ജുമാണ്ട്, ജമാഅത്തൊക്കെ ഉണ്ട്. നിസ്കരിക്കാൻ ആൾക്കാരുണ്ട് നിസ്കരിക്കാൻ. പക്ഷെ എന്നിട്ടും ഈ സമൂഹം പല കാര്യത്തിലും പിന്നിലാണ്. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ നമസ്കരിക്കുന്നവർക്കാണ് നാശം എന്ന് പറഞ്ഞതിന്റെ അർത്ഥത്തൊക്കെ മനസ്സിലാകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരത്തിൽ ഖുശൂഇല്ലായ്മ. നമസ്കാരത്തിൽ അഖീമുസ് സ്വലാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ കൊടുത്തത്? നമസ്കാരം അതിന്റെ മുറ പോലെ നിർവഹിക്കണം. മുറ പോലെ മുടക്കല്ലാതെ നിർവഹിക്കാനാണ് ഇഖാമത്തു സ്വലാ എന്ന് പറഞ്ഞാൽ. അല്ല നിസ്കരിക്കുന്നല്ല ഇതാണ്. എങ്ങനെയാണോ നമസ്കരിക്കേണ്ടത് അതിന്റെ രൂപത്തിൽ നിസ്കരിക്കണം. അപ്പൊ ആ നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫാത്തിഹ സൂറത്ത്. നിസ്കാരത്തിന്റെ പ്രാർത്ഥനകളെ ഇരുത്തലുകളിൽ നടത്തറിയാത്തൊരവസ്ഥകൾ പ്രത്യേകിച്ച് ഫാത്തിഹ. അപ്പൊ നമ്മൾ
പഠിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട അവസാനം നമ്മൾ ഇസ്തിആദത്ത് കൊണ്ട് തുടങ്ങി, പിന്നെ വലല്ലാലീൻ എന്ന് പറഞ്ഞു, അവസാനം ആമീൻ ആമീൻ എന്ന് പറഞ്ഞപ്പോൾ ആ ആമീൻ എന്താണെന്ന്, ആ ആമീന്റെ അർത്ഥം എന്താണെന്ന്, ആമീൻ ഒരു അറബി വാക്കല്ല, ആമീൻ ഒരു കലിമത്തുൽ മിസ്രിയ ഖദീമ നമ്മൾ വായിച്ചു, ഒരു പൗരാണിക ഒരു ഈജിപ്ഷ്യൻ വാക്കാണ് ആമീൻ. അത് അറബിയിലേക്ക് വന്നതാണ്. അത് ആമീന്റെ അർത്ഥം എന്താണ് എന്നും ജൂതന്മാർ എന്തുകൊണ്ടാണ് ആമീന്റെ കാര്യത്തിൽ അസൂയപ്പെട്ടത് എന്നുമൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ആ കാര്യം പഠിച്ചു. അപ്പൊ ശരിക്ക് ആമീനിലേക്ക് നമ്മളെ എത്തിക്കുന്നത് അതിനിടയിലുള്ള കുറെ ആശയങ്ങളാണ്. ഇത് പറയുന്നത് പഠിക്കാത്ത, കേൾക്കാത്ത, വരാൻ സൗകര്യം കിട്ടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ ലഭ്യമാണ്. ആ ക്ലാസ്സുകൾ നിങ്ങൾ ഫാത്തിഹ സൂറത്ത് കൃത്യമായി ഇസ്തിആദത്ത് മുതൽ നിങ്ങൾ ആമീൻ വരെയുള്ളത് ഒന്ന് ക്ഷമാപൂർവം നിങ്ങൾ കേട്ട് പഠിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അങ്ങനെ നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് മാറില്ല, ശ്രദ്ധ മാറില്ല, നമുക്ക് ഭക്തിയോട് കൂടി നമുക്ക് നിസ്കരിക്കാൻ കഴിയും. അങ്ങനെ ഒരു വക്തെങ്കിലും മരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ കഴിയുക നമ്മൾ രക്ഷപ്പെടും. ഇനി നമ്മൾ ഇസ്തിആദത്തിലേക്ക് കടക്കുക. അത് വീണ്ടും നമ്മൾ ഇനി ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ചെന്നൈയിൽ പ്രധാനമായി 4 സൂറത്താണ് പഠിക്കുന്നത്. ഒന്ന് ഇസ്രായേൽ സെക്ടർ സൂറത്ത് സുമറാണ് പഠിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈത്തൂൻ, രണ്ടാമത്തെ നമ്മൾ യാസീനാണ് പഠിക്കുന്നത്. അടയാളം നമ്മൾ മുഅ്മിനൂനാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഫാത്തിഹ തീർന്നു. ഇനി പഠിതാക്കളുടെ ആവശ്യപ്രകാരം നമ്മൾ സൂറത്ത് നാസ് മുതൽ അങ്ങോട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ആ സൂറത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഫസ്സലായ സൂറത്തുകൾ. അതിനെപ്പറ്റി നമ്മളൊന്ന് അറിയണം. പ്രധാനമായും 4 ടൈപ്പ് സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. ഒന്ന് സബഉൽ തിവാൽ. സബഉൽ തിവാൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 7 വലിയ സൂറത്തുകൾക്കാണ് സബഉൽ തിവാൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അൽ മിഊൻ എന്നാണ് രണ്ടാമത്തെ സൂറത്തുകൾ. മിഊൻ എന്ന് പറഞ്ഞാൽ 100-ലധികം ആയത്തുകളുള്ള 100-ഓ അതിലധികമോ ആയത്തുള്ള സൂറത്തുകൾക്കാണ് മിഊൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് മസാനി എന്നാണ്. അതിന് താഴെ വരുന്ന ആയത്തുകൾ സൂറത്തുകൾക്കാണ് അത് പറയുക. പിന്നീട് 4-മത്തത് മുഫസ്സൽ. മുഫസ്സൽ എന്ന് പറഞ്ഞാൽ ചെറിയ സൂറത്തുകൾ, അഥവാ സബ്ബീസ്മക്ക് താഴോട്ടുള്ള അല്ലെങ്കിൽ അമ്മ സൂറത്തുകൾക്കാണ് മുഫസ്സലായ സൂറത്ത് എന്ന് പറയുന്നത്. ആ സൂറത്തുകൾക്ക് മറ്റ് സൂറത്തുകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരങ്ങളിലൊക്കെയും മുഫസ്സലായ സൂറത്തുകളാണ് ഓതിയിരുന്നത്. വലിയ സൂറത്തുകൾ ഓതി നിസ്കരിച്ച ഇമാമുമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവരുടെ മുഫസ്സലായ സൂറത്തുകൾ നിന്റെ കൈകളിൽ ഇല്ലേ എന്ന് ചോദിച്ച സംഭവങ്ങളൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സൂറത്തുകൾക്ക് ഒരുപാട് ചെറിയ സൂറത്തുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് പല സൂറത്തുകളും നമ്മുടെ ഹൃദയത്തെ തട്ടി ഉണർത്തുന്ന സൂറത്തുകളാണ്. ഖുർആനിലെ പൊതുവെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. സൂറത്ത് സുമർ അല്ലാഹു പറഞ്ഞു, അല്ലാഹു ഇറക്കിയിട്ടുള്ളത് നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല സംസാരം, ഏറ്റവും മനോഹരമായ ദൃശ്യമായ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും സുന്ദരമായ വാക്കുകളാണ് അല്ലാഹുവിന്റെ വാക്കുകൾ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ, അത് ഗ്രന്ഥമാണ്. മുതശാബിഹൻ, പരസ്പരം സാദൃശ്യമുള്ള ഗ്രന്ഥമാണ്. മസാനിയ, ആവർത്തിച്ച് പറയുന്ന വചനങ്ങളാണ്. അപ്പൊ ഫാത്തിഹ സൂറത്തിന്റെ പേരെന്താ ഖുർആനിൽ പറഞ്ഞത്? ഫാത്തിഹ സൂറത്തിന് ഖുർആനിൽ പറഞ്ഞ പേരെന്താ? സബഉൽ മസാനി. ആവർത്തിച്ച് പറയുന്ന 7 വചനങ്ങൾ. അല്ലാഹു ഖുർആൻ സൂറത്തുൽ സുമറിൽ പറയുന്നത് കിതാബൻ മുതശാബിഹൻ മസാനിയ. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ പേടിയുള്ള ആളുകളുടെ തൊലികളിലെ രോമങ്ങൾ അത് എഴുന്നേറ്റ് നിൽക്കും. തഖ്ശഇറു ثم തലീനു ജുലൂദുഹും വഖുലൂബുഹും, ഹൃദയങ്ങളും തൊലികളും അല്ലാഹുവിനെക്കുറിച്ച് ഓർമ്മയിലേക്ക് മയപ്പെട്ടു വരും, പാകപ്പെടും. ഒരു മനുഷ്യൻ പാകപ്പെടും. എങ്ങനെയാണ്?
ഖുർആനെ കൊണ്ടേ ഒരു മനുഷ്യൻ പാകപ്പെടുള്ളൂ. ഖുർആൻ അല്ലാത്ത ഒന്നുകൊണ്ടും ഒരു മനുഷ്യനെ പാകപ്പെടുത്താൻ കഴിയില്ല. പാകപ്പെടണ്ടേ? പാകപ്പെട്ടേ പറ്റൂ. കാരണം നമ്മളൊക്കെ ഒരു വിളിയെ കാത്തിരിക്കുന്നുണ്ട്. ഉറപ്പാണ് നമ്മൾ പോകേണ്ടി വരും. ആ വിളിയെത്തിയാൽ നമ്മളെ പ്രായം പറയാൻ പറ്റൂല. നമ്മളെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ അതൊന്നും ആ വിളിക്ക് മുന്നിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നും സ്വീകരിക്കപ്പെടില്ല. പോയേ പറ്റൂ. അതേ പ്രായം തടസ്സമല്ല, നമ്മളെ ഉത്തരവാദിത്തങ്ങൾ തടസ്സമല്ല, നമ്മളെ സ്വപ്നങ്ങളും താല്പര്യങ്ങളും കണക്കുകൂട്ടലുകളും അതിന്റെ മുന്നിൽ ഒന്നുമല്ല. ഞാനൊരു കോഴ്സ് പഠിക്കാൻ വന്നവരാണ്. എൻ്റെ ഉപ്പാക്കൊരു ലക്ഷ്യമുണ്ട്, എൻ്റെ ഉമ്മാക്കൊരു ലക്ഷ്യമുണ്ട്. പറയാൻ പറ്റില്ല, അത് അവിടെ തീർന്നു. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് എൻ്റെ ജീവിതത്തെ കുറിച്ച്. ജീവിതം അവസാനിക്കുകയാണ്, പിന്നത് കാഴ്ചപ്പാടാ. എനിക്ക് ജീവിതത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മൾ പറയുന്നത്. ഒരു ലക്ഷ്യമുണ്ട്, ഇത് തീരാൻ പോവാണ്. എന്ത് കാഴ്ചപ്പാടാ? അത്രേ ഉള്ളൂ. ശരി, എങ്കിൽ അത് ഉൾക്കൊള്ളണം, അത് അറിയണം. ഇത് കേട്ടു പോകേണ്ടതല്ല. ചില യാഥാർത്ഥ്യങ്ങൾ അത് മനസ്സിൽ വെച്ചേ പറ്റൂ, മറക്കാൻ പറ്റൂല. ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല. നിർബന്ധമായി പറയുന്നത് മറന്നാൽ തീർന്നു. ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരിക്കലും നീ മറക്കരുത് എന്ന് പറഞ്ഞ് അള്ള ഓർപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ മരണം. അത് മറക്കണ്ട. എപ്പോഴും അത് പ്രതീക്ഷിക്കാം. ഏത് സമയത്തും അത് കടന്നു വരാം. ഒരാൾക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ പാകപ്പെടണം. അതിന് മുമ്പ് പാകപ്പെടൽ നിർബന്ധമാണ്. നമ്മളെ പാകപ്പെടുത്താൻ അള്ളാന്റെ കരാമനെ കൊണ്ടല്ലാതെ മറ്റൊന്നിനെ കൊണ്ടും പറ്റില്ല. ശരി, എങ്കിൽ നമ്മൾ അതിപ്പോ ഇങ്ങനെ പഠിച്ചു തുടങ്ങി, ഫാത്തിഹ പഠിച്ചു വന്നു. ഇനി ഈ പഠനം നമസ്കാരത്തിൽ, നമ്മുടെ നിസ്കാരത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ, നമ്മുടെ പരസ്യ ജീവിതത്തിൽ ഒക്കെയും മാറ്റങ്ങൾ ഉണ്ടാകും. ഇതുകൊണ്ടേ മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. മുഫസ്സലായ സൂറത്തുകൾ നമുക്ക് അങ്ങനെയാണ്. ഇപ്പൊ ചെറിയ ചില സൂറത്തുകൾ എടുത്തു നോക്കി. അത് പറയണേ, നമ്മളെ പരസ്പരം വലുപ്പം പറയൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓരോരുത്തരും അങ്ങനെയാണ്. എന്റെ ജോലി, എന്റെ പ്രൊഫഷൻ, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ കുടുംബം, എന്റെ സാമ്പത്തികം, എന്റെ സൗന്ദര്യം, എന്റെ വലിപ്പം, ഇതൊക്കെ ഓരോരുത്തരും അവനവന്റെ നിലപാടുകളാണ് പറയാറുള്ളത്. അതൊക്കെയാണ് പരസ്പരം അങ്ങനെയാണ്. അൽഹാക്കും ലാ തുൽഹിക്കും അല്ലാഹു ഖുർആനിൽ എന്നിട്ട് തദബ്ബറാണ്. നിങ്ങൾ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. അല്ലാഹു അശ്രദ്ധയിലാക്കുന്നുണ്ട് പല കാര്യങ്ങളും. അതാണ് തക്കാത്തുൽ. നമ്മളെ ഒരു മക്ബറയിലെ ഒരു കുഴി, ഒരാവരി മണ്ണ് നമ്മളെ കാത്തിരിക്കുന്നു. നമ്മൾ മരിച്ചാൽ നമ്മളെ കബറടക്കുന്ന നമ്മളെ മഹലിലെ ഖബർസ്ഥാനിൽ ഒരു 1.5 ചാൺ വീതി നമ്മുടെ ശരീരത്തിലെ നീളത്തിനനുസരിച്ച് ഒരു സ്ഥലം ഭൂമിയിൽ തുറക്കാനിരിക്കുക. ഭൂമിയുടെ പുറത്തു കൂടി ജീവിക്കുന്ന നമ്മൾ ഭൂമിക്കകത്തേക്ക്. അതാണ് അള്ളാഹ് പറഞ്ഞത്, അലം നജഅൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളുന്ന ഭൂമി എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഭൂമിന്റെ പുറത്ത് കഴിഞ്ഞാൽ കൂടി ഭൂമിയുടെ അകത്തില്ല. അപ്പോ നമ്മൾ പാകപ്പെട്ടേ പറ്റുള്ളൂ, നന്നായേ പറ്റുള്ളൂ. ശരി, മുഫസ്സലായ സൂറത്തിൽ അങ്ങനെ മുട്ടിയടക്കുന്ന സംഭവം, ആ മഹാസംഭവം എന്തറിയാൻ നിനക്കതിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ച് നമ്മളെ കൊണ്ട് ഉത്തരം അറിയിപ്പിച്ച് നമ്മളെ ചിന്തയെ തൊട്ടുണർത്തി. അതാണ് മുഫസ്സലായ സൂറത്ത്, ചെറിയ സൂറത്ത്. അപ്പോ നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഈ MMA ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ വരും, കുറച്ച് ആൾക്കാർ പോകും. ഒരു കൊല്ലത്തിന് വരും, 6 മാസത്തിന് വരും, 3 മാസത്തിന് വരും, ഒക്കെ വരും. അപ്പൊ എങ്ങനെ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 കൊല്ലം നിൽക്കാൻ 2 കൊല്ലം കിട്ടിയ സുഹൃത്ത്, ഒരു മാസം ഒരു മാസം കിട്ടിയ ആയത്ത്, ഒരാഴ്ച ഒരാഴ്ചയിൽ കിട്ടിയ ഒരു ആയത്ത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അത് ഒരു നാളം, ഒരു തിരി മാത്രമാണ്. അത് നിങ്ങൾ ആളി കത്തിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതിന് നിങ്ങളുടെ ജീവിതത്തിന്റെ ബാക്കികൾ എവിടെ എത്തിപ്പെട്ടാലും ശരി, ചിലപ്പോൾ ജോലി ആൾക്കാർ കൂടുതൽ ട്രാൻസ്ഫർ ആയി പോയി വരും, അല്ലെങ്കിൽ ജോലി മാറി വരും, പഠനം പൂർത്തിയാക്കി പോയി വരും.
MMA-യുടെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ ഈ ഒരു ഓഡിറ്റോറിയം ഇവിടെ മനോഹരമായ ഒരു ഓഡിറ്റോറിയം ഇവിടെ ഉണ്ടാക്കിയതിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ നമ്മൾ ഇവരോട് റിക്വസ്റ്റ് ചെയ്തതാണ്, ഇത് ഒരു കേവലം ഒരു ഹാൾ ആയി മാറാതെ ഇതൊരു സ്ഥിരമായി ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടെയുള്ള അന്തേവാസികൾക്ക് അതാണ് കലാമ് പഠിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും സന്തോഷത്തോടു കൂടി അതിന് അനുമതി നൽകുകയും അത് കൃത്യമായി അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പരിശ്രമിച്ച, സമ്പത്ത് ചെലവാക്കിയ, ഇതിനു വേണ്ടി ഓടിയ, ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാ ആളുകൾക്കും, എല്ലാ സന്മനസ്സുകൾക്കും അല്ലാഹു തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശരി, അപ്പൊ നമ്മൾ സൂറത്ത് തുടങ്ങി വെക്കുക മാത്രമേ ഇന്നത്തെ ക്ലാസ്സുകൾ ചെയ്യുന്നുള്ളൂ. സൂറത്ത് നമ്മൾ പഠിക്കുമ്പോൾ സൂറത്തുൽ നാസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ സൂറത്തുൽ നാസ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു വാക്കുണ്ട്, മുഅവ്വദതാനി എന്ന വാക്ക്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. മുഅവ്വദതാനി അല്ലെങ്കിൽ മുഅവ്വദതൈനി എന്ന് പറയും. മുഅവ്വദതാനി അല്ലെങ്കിൽ മുഅവ്വദതൈനി, ഈ രണ്ട് വാക്ക് നമ്മൾ പഠിച്ചു വെക്കണം. നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. മുഅവ്വദതാനി മുഅവ്വദതൈനി. മുഅവ്വദതാനി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുഅവ്വദതൈനി എന്ന് പറഞ്ഞാൽ അഭയം തേടുന്ന, രക്ഷ തേടുന്ന രണ്ട് സൂറത്തുകൾ എന്നാണ് അതിന്റെ അർത്ഥം. മുഅവ്വദതൈനി എന്ന് പറഞ്ഞാൽ രക്ഷ തേടുന്ന രണ്ടെണ്ണം, കാവലിനെ ചോദിക്കുന്ന രണ്ടെണ്ണം. അതാണ് മുഅവ്വദതാനി അല്ലെങ്കിൽ മുഅവ്വദതൈനി എന്ന് പറഞ്ഞാൽ. അത് രണ്ട് സൂറത്താണ്. ഒന്ന് സൂറത്തുൽ ഫലഖ്, രണ്ട് സൂറത്തുൽ നാസ്. സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഈ രണ്ട് സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് സൂറത്താണ്. ഈ 113, 114 അധ്യായങ്ങൾ. ഈ രണ്ട് സൂറത്തുകൾക്കാണ് മുഅവ്വദതാനി അല്ലെങ്കിൽ മുഅവ്വദതൈനി എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഏറ്റവും നമുക്ക് ഖുർആനും ദീനൊക്കെ പഠിക്കാൻ അവസരം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഏറ്റവും താഴെയുള്ള ആളെ പരിഗണിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അതുകൊണ്ട് അറിയുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് അല്പം ക്ഷമിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ സിസ്റ്റം തന്നെ നമ്മൾ അവസാനം വരെ തുടരാം. തീരെ അറിയാത്ത ആളുകൾക്ക് അവരെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കുക. എന്നാൽ അറിയുന്ന ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ അവർക്കും കിട്ടുന്ന രൂപത്തിലാണ് നമ്മുടെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അറിയുന്ന ആളുകൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കുക. അപ്പൊ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും, ഈ രണ്ട് സൂറത്തുകളാണ് മുഅവ്വദതാനി അല്ലെങ്കിൽ മുഅവ്വദതൈനി എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത പോയിന്റ്, നമ്മൾ ഈ മുഅവ്വദതാനി മുഅവ്വദതൈനി എന്ന് പറയുമ്പോൾ രക്ഷ ചോദിക്കുന്ന, കാവലിനെ ചോദിക്കുന്ന രണ്ട് സൂറത്തുകൾ. ആരിൽ നിന്ന് രക്ഷ, ആരിൽ നിന്ന് കാവൽ, അതാണ് ഏറ്റവും പ്രധാനം. ആരിൽ നിന്നാണ് രക്ഷ, ആരിൽ നിന്നാണ് കാവൽ. കാവൽ തരേണ്ടതായ ആരുടെ കാവൽ ചോദിക്കുന്നത്? അല്ലാഹുവിനോട്. ആരിൽ നിന്ന്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ ഇൽമുകളെ നമ്മൾ രണ്ടായി ഭാഗിച്ചാൽ, ഖുർആൻ നൽകുന്ന ഇൽമ് എന്താണ് എന്ന് ഏറ്റവും ചുരുങ്ങി രണ്ടായി ഭാഗിച്ചാൽ, ഒന്ന് മഅരിഫത്തുല്ലാഹ്, അല്ലാഹനെ മനസ്സിലാക്കുക. രണ്ട് തആവുഫു ശൈത്താൻ, ശൈത്താനെ തിരിച്ചറിയുക. ഖുർആനിലെ ഇൽമ്, ഖുർആനിലെ അറിവ് നമുക്ക്
രണ്ട് കാര്യം. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. ഈ 114 അധ്യായങ്ങളിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന ഇൽമിനെ, അറിവിനെ രണ്ടായി ഭാഗിക്കുകയാണെങ്കിൽ, ഒന്ന് മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുക. രണ്ട് തആറുഫു ശൈത്താൻ, ശൈത്താനിനെ തആറുഫ് തരം തിരിച്ചറിയുക. എന്താണ് തആറുഫ്, എന്താണ് ശൈത്താൻ എന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കുക. ഇതാണ് ഖുർആനിലെ ഇൽമ്. ഇവിടെ ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ, ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഖുർആൻ ഒരാൾ ഫാത്തിഹ സൂറത്ത് മുതൽ വായിച്ചില്ല. ഖുർആൻ ഒരാൾ ഫാത്തിഹ സൂറത്ത് മുതൽ വായിച്ചു വരുമ്പോൾ അവസാനം എത്തുമ്പോ അള്ളാഹിനെ മനസ്സിലാക്കി ഇങ്ങനെ വന്ന് ലാസ്റ്റ് എത്തുമ്പോ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് മഅരിഫത്തുള്ളയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. മനസ്സിലാക്കാൻ പറഞ്ഞത്. അതിനുശേഷം ഇപ്പൊ ഇത്രയും ഇങ്ങനെ പഠിച്ചു വന്നു. അതിനിടക്ക് ശൈത്താൻ എന്താണ്, ആരാണ് ശൈത്താൻ, അത് പഠിച്ചിങ്ങനെ വന്ന് അവസാനം 2 സൂറത്ത്, ആരിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന സൂറത്ത്, ശൈത്താനിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന 2 സൂറത്ത്. മനസ്സിലായോ? ഖുർആനിലെ ഇൽമ് രണ്ട്, ഒന്ന് മഅരിഫത്തുള്ള അല്ലാഹുവിനെ മനസ്സിലാക്കുക, 2 ശൈത്താനെ തിരിച്ചറിയുക. അപ്പൊ ഖുർആൻ ഒരാൾ ഫാത്തിഹ സൂറത്തിൽ മുതൽ ഇങ്ങനെ പഠിച്ചു വന്നു. അങ്ങനെ വന്നിട്ട് അവസാനം എവിടെ എത്തുന്നു? ഖുൽ ഹുവല്ലാഹു അഹദ് എത്തുന്നു. അല്ലെ? ആ സൂറത്ത് ആരെ പറ്റിയാ? അള്ളാഹിനെ പറ്റി മാത്രമേ ആ സൂറത്തിൽ പറഞ്ഞു. അള്ളാഹിനെ പറ്റി മാത്രം. അതിനുശേഷം അവസാനത്തെ 2 സൂറത്ത് ശൈത്താനിൽ നിന്ന് കാവലിനെ ചോദിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഫാത്തിഹ സൂറത്തിൽ മുഴുവൻ പറഞ്ഞത് എന്താ? അൽഹംദുലില്ലാഹി. ഫാത്തിഹ പഠിച്ചവരല്ല ഭൂരിപക്ഷം അൽഹംദുലില്ലാഹി പറഞ്ഞേ. റബ്ബുൽ ആലമീൻ പറഞ്ഞതോന്നല്ലേ? ഖുർആനിൽ എത്ര തവണ റബ്ബുൽ ആലമീൻ? റബ്ബുൽ ആലമീൻ ഖുർആനിൽ എത്ര തവണ? ഏതിപ്പോ നോട്ട് പുസ്തകം ഉണ്ടാവും, എനിക്ക് പറഞ്ഞിട്ടില്ല റബ്ബുൽ ആലമീൻ. ഇത് തുടരെ വരുന്ന സംഗതിയാണ്. അത് റബ്ബ് 900 നിങ്ങൾ പറഞ്ഞത്. റബ്ബുൽ ആലമീൻ എന്ന ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 42 തവണ റബ്ബുൽ ആലമീൻ. ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം. അള്ളാഹിനെ പറ്റിയ തിരിച്ചർ ആരാണ്? റബ്ബ്. അർ റഹ്മാൻ 57 തവണ. അൽഹംദുലില്ലാഹ് റബ്ബുൽ ആലമീൻ. അള്ളാഹാണ് റബ്ബുൽ ആലമീൻ. അർ റഹ്മാനാണ് 57 തവണ. അർ റഹീം നേരെ ഇരട്ടി 114 തവണ. അർ റഹീം നമ്മൾ പഠിച്ചതാ. ആരാണ് റഹ്മാൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ അർഹത ഉണ്ടാകാൻ എന്ത് വേണം അറിയുന്നത്? അർ റഹ്മാൻ ആരാണ് അറിയണം. അർ റഹ്മാൻ ആരാ? അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. അർ റഹ്മാൻ ഒരു ആയത്താണ്. ആയത്ത് നമ്പർ 1, ഒരൊറ്റ കലിമത്ത്, ഒരൊറ്റ വാക്ക്. അള്ളാഹിന്റെ ഒരൊറ്റ ഇസ്മുൽ അഅ്ലം ഒരു ആയത്ത് ക്ലോസ് ആയി തീർന്നു. അല്ലമൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഖുർആൻ പഠിക്കാത്തവൻ ഒരിക്കലും അല്ലാഹു റഹ്മാനാവൂല. ഖുർആൻ പഠിക്കാത്ത ഒരാൾക്ക് അല്ലാഹു റഹ്മാനാണെന്ന് പറയാൻ പറ്റില്ല. റഹീം നേരെ ഇരട്ടി. മാലിക് യൗമിദ്ദീൻ അല്ലേ? മാലിക് യൗമിദ്ദീൻ അല്ലേ? അപ്പൊ യൗമുദ്ദീൻ എന്താന്ന് പഠിച്ചു. യൗമുദ്ദീൻ എന്താന്ന് പഠിക്കുമ്പോഴാണ് മാലിക് ആരെന്ന് പറയുന്നത് അല്ലെ? എന്നിട്ട് എന്തിനാണ് ഞാനിത് പറയുന്നത്? ഇയ്യാക നഅ്ബുദു. അതുകൊണ്ട് ആ മാർഗം മരിക്കുന്നത് വരെ വേണം. ഇതിന് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ അൻഅംത അലൈഹിം. ഈ അനുഗ്രഹം കൊടുത്ത എത്രയോ ആളുകൾ ജീവിച്ചു മരിച്ചു പോയ മാർഗം. അത് എനിക്കും കൊണ്ട പഠിച്ച മാർഗം.
നീ കോപിച്ചവരുണ്ട്, വഴിതെറ്റിപ്പോയ ആൾക്കാർക്ക് ആ മാർഗത്തിലല്ല പഠിച്ചു അല്ലെ. അപ്പം ആ സൂറത്ത് അള്ളാനെ പറ്റി പറഞ്ഞു തുടങ്ങി അല്ലെ. എന്നിട്ട് ഇങ്ങനെ വായിച്ച് നമ്മൾ വന്ന് ഖുർആൻ പഠിക്കുന്ന രാത്രി അവസാനം അള്ളാനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിച്ച് ഷെയ്ത്താൻ. അപ്പൊ ഷെയ്ത്താൻ എന്താണ്? ഇസ്ലാത്ത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഷെയ്ത്താനെ തിരിച്ചറിയണം. ഖുർആനിൽ എത്ര തവണ ഷെയ്ത്താൻ? എത്ര തവണ? 70+18. 70 ഷെയ്ത്താൻ, ഷയാത്തീൻ 18. 88 തവണ ഖുർആനിൽ പറഞ്ഞു ഷെയ്ത്താൻ, ഷയാത്തീൻ 88 തവണ ഖുർആൻ ആവർത്തിച്ചു. അപ്പൊ എന്താണ് ഷെയ്ത്താൻ? ഷെയ്ത്താനെ തിരിച്ചറിയുന്നെങ്കിൽ മാത്രമേ കുലാവ് പുറപ്പിൽ മലക്കും കുലാവ് പുറപ്പില്ല. ഇത് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിന്റെ ഫളായിലുകൾ പറയും, ഇതിന്റെ അർത്ഥത്തിലേക്ക് കടക്കുള്ളൂ. എപ്പോഴൊക്കെ ചൊല്ലണം, ഏതൊക്കെ സമയത്ത് ചൊല്ലണം, എന്താണ് ഈ സൂറത്തിന്റെ പ്രത്യേകത? അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സൂറത്ത് എത്രമാത്രം നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെന്ന്. ആദ്യം ഇത് ഷെയ്ത്താനിൽ നിന്ന് രക്ഷ ചോദിക്കുന്നവന് ഷെയ്ത്താൻ ആരാന്ന് അറിയണം. എങ്ങനെയൊക്കെ ഷെയ്ത്താൻ നമ്മളെ സ്വാധീനിക്കുന്ന അറിയണം. അത് ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താ ഷെയ്ത്താൻ? ഷെയ്ത്താൻ എന്താ അറിയാത്ത ആൾക്കാർ പഠിച്ചേ പറ്റുള്ളൂ. ഷെയ്ത്താൻ ഖുർആനാണ്. എന്താണ് ഷെയ്ത്താൻ? ഷെയ്ത്താൻ എന്താ? ഇബ്ലീസ് ആരാണ്? ഇബ്ലീസ് കാലമിനൽ ജിന്ന്. ഇബ്ലീസ് കാലമിനൽ ജിന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരുത്തന്റെ പേരാണ്. ഈ ഇബ്ലീസിന്റെ കബീല, ഗോത്രം, ഇബ്ലീസിന്റെ ജുനൂദ്, സൈന്യം, ഇബ്ലീസിന്റെ ഹിസ്ബ്, പാർട്ടി, ഇബ്ലീസിന്റെ ദുർഗീയത്ത്, സന്താനങ്ങൾ, ഇതാണ് ഷയാത്തീൻ. ഇബ്ലീസിന്റെ കബീല, ഇബ്ലീസിന്റെ ഗോത്രം ഖുർആനിൽ ഒന്ന് പറഞ്ഞതാണ്. ഇബ്ലീസിന്റെ ജുനൂദ്, സൈന്യമുണ്ട്. ആ സൈന്യം ഞങ്ങൾക്ക് കാണിച്ചില്ല. ആ സൈന്യത്തിൽ ആരൊക്കെ ഉണ്ട്? ഇബ്ലീസിന്റെ ഹിസ്ബ്, പാർട്ടി, ഇബ്ലീസിന്റെ ദുർഗീയത്ത്, സന്താനം. അപ്പൊ ഇബ്ലീസ് ഒരു ആൾക്ക്, ഇപ്പൊ നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുക, നരകത്തിൽ രക്ഷ ആഗ്രഹിക്കുക. നരകത്തിൽ ഒരാൾ, ശ്രദ്ധിക്കണം, നരകത്തിൽ ഒരാൾ എത്തിപ്പെട്ടാൽ, നരകം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നു, സ്വർഗം കൊതിക്കുന്നു. നരകത്തിൽ ഒരാൾ എത്തിപ്പെടാൻ ആരാണ് കാരണം? ആരായിരിക്കും? ഷെയ്ത്താൻ. നരകത്തിലെത്താനാണ് നമ്മളെ വിധിയെങ്കിൽ നരകത്തിൽ നമ്മൾ എത്താൻ കാരണം ഷെയ്ത്താനാണ്. എന്തുകൊണ്ട്? നമ്മൾ ഷെയ്ത്താനെ തിരിച്ചറിയില്ല. ഷെയ്ത്താനെ തിരിച്ചറിയാത്തതാണ് പരലോകം നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആവുമില്ലായ്മ ഷെയ്ത്താനെ വഴിയെന്ന് ഇത്രയും കാലം നമ്മൾ പറഞ്ഞു. ഷെയ്ത്താൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ ഷെയ്ത്താൻ തന്നെ നമ്മൾ പറയും, അല്ലെങ്കിൽ ഇബ്ലീസ് എന്ന് പറയും. എന്താണെന്ന് പറയാൻ നമുക്ക് അറിയാത്ത അവസ്ഥയിൽ ഖുർആനാണ് ഈ പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞ കഥ എല്ലാവർക്കും അറിയാം. ആ ചരിത്രം എല്ലാവർക്കും ഖുർആൻ പല സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാ? അത് ആ പറഞ്ഞ സ്ഥലമൊക്കെ നമ്മൾ നോക്കണ്ടേ. ഒഴിവ് കിട്ടുന്ന സ്ഥലത്ത് ഖുർആൻ പഠിക്കുമ്പോൾ അൽ-ബഖറയിലുണ്ട്, ആറാഫിലുണ്ട്, ഇസ്രായേലുണ്ട്, അൽ-കഹ്ഫിലുണ്ട്, പല സൂറത്തുകളിൽ അല്ലാഹ് ഈ ചരിത്രം പറയുന്നത്. ഒരേ ചരിത്രം. ആദം നബിയെ പഠിച്ചതും സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആ സംഭവം എവിടെയാണ് അല്ലാഹ് ഒന്ന് ഹിറ്റാക്കി നോക്കേണ്ടി, ഒന്ന് പരിശോധിക്കും. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഭൂമിയാണ് മുസ്തഖർ, മനുഷ്യർക്കുള്ള മുസ്തഖർ, താവളം. മുസ്തഖറുൽ മതാഉൽ ഇലാഹി, ഒരു മസ്ജിദ് അവധി വരുന്ന മത്താൾ ഭൂമിയാണ്.
എന്നിട്ട് മലക്കുകളെ ലോകത്ത് നിന്ന് മലക്കുകളെ കൂടെ ഉണ്ടായിരുന്ന ജിന്ന്, ആ ഇബ്ലീസിനെ അള്ളാഹു ഭൂമിയിൽ മനുഷ്യന് പരീക്ഷണമായി വെച്ചു. എങ്ങനെ? പരീക്ഷണമായി വെച്ചു. ഇബ്ലീസ് അവിടുന്ന് ചോദിച്ചൊരു ചോദ്യം കണ്ടാകുന്നത്. ആ ചോദ്യം അള്ളാഹു വകവെച്ചു കൊടുത്തു. നിനക്ക് നീ ആ ചോദിച്ചിട്ട് ഞാൻ തന്നിരിക്കുന്നു. എന്തിന്? ഖിയാമത്ത് നാൾ വരെ മനുഷ്യന് പരീക്ഷണമായി. ഇബ്ലീസിന് വയസ്സാവില്ല. സാധാരണ ജിന്ന് വർക്ക് എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽ ആണുണ്ട് പെണ്ണുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്തൊരു വർക്കാണ്. നമുക്ക് കാണാൻ കഴിയാത്തൊരു വർക്കായതുകൊണ്ട് ആ വർഗത്തെ കുറിച്ച് അള്ളാഹു എന്ത് പറയുന്നു അതേ നമുക്കറിയുള്ളൂ. കാണാൻ കഴിയാത്ത അദൃശ്യ ജീവികളായതുകൊണ്ട് അവരെ കുറിച്ച് അള്ളാഹു എന്തു പറയുന്നു അതേ നമുക്കറിയുള്ളൂ. പക്ഷെ ഓർക്ക് നമ്മളെ കാണാം. ഇങ്ങനെ ഇൻസിന് ജിന്നിനെ കാണാൻ കഴിയില്ല. ഞാനത് വിശദമായി ഈ സൂറത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ ജിന്നത്തി വന്നാച്ചിങ്ങനെ വരുന്നുണ്ട്. അവിടെ പറയും ജിന്നിന്റെ ലോകമുണ്ട്. അത് നമ്മൾ പഠിക്കണം. ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് പഠിക്കണം. നിഷേധിക്കാതെ വ്യാഖ്യാനിക്കാതെ പഠിക്കണം. അതിന്റെ ഒറിജിനൽ പഠിക്കണം. ജിന്ന് വർക്കർ നമ്മൾ അങ്ങോട്ട് കാണും. സൂറത്ത് ആറാഫിൽ നമ്മൾ പറഞ്ഞതാണ് 27 നമ്പർ ആയത്. ഇങ്ങോട്ട് കാണും, നമ്മളെ കാണും. നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയില്ല. നമ്മളെ പിഴപ്പിക്കാൻ ഫസാദാക്കാൻ ഇങ്ങോട്ട് കണ്ടാൽ മതിയല്ലോ, പോരെ? എന്നിട്ട് കണ്ടാ പോരെ? അങ്ങോട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ അള്ളാഹു അവരെ പറ്റി എന്ത് പറഞ്ഞോ അത് അപ്പടി വിശ്വസിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അള്ളാഹ് ഇനി നിങ്ങൾ സൂറത്ത് ഇസ്രാ എന്ന് മറിച്ച് ഒരു ആയത്ത് നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. സൂറത്ത് ഇസ്രാ എല്ലാവരും വായിക്കാം. 17-ാം അധ്യായം സൂറത്ത് ബനൂ ഇസ്രായീൽ, പിന്നെ സൂറത്ത് ഇസ്രാ. അതിൽ 61 മുതൽ ആയത്ത് വായിക്കാം, 65 വരെ. അത് വായിച്ചിട്ട് നമുക്ക് നിർത്താം. അറുപത്തൊന്ന് മുതൽ 65 വരെ ആയത്. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس قال أسجد لمن خلقت طينا. എല്ലാവരും പറയുന്ന ആയത്താണ്. മലക്കുകളെ അല്ലാഹു തആല ആദമിനെ പടച്ചതിന് ശേഷം മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. ഇവിടെ വേറെ കാര്യം കൂടി പഠിക്കാനിട്ടാണ്. അൽ-ബഖറ മുതൽ ഇസ്രാ വരെയുള്ള ആയത്തുകളിൽ ശ്രദ്ധിക്കണം. അൽ-ബഖറ തദബ്ബുറുൽ ഖുർആനിന്റെ ആവശ്യകത കൂടെ ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കണം. അൽ-ബഖറ മുതൽ ഇത് ഇസ്രാ, സൂറത്ത് ഇസ്രാ വരെ അള്ളാഹു ഈ സംഭവം പല സ്ഥലത്ത് പറയുന്നുണ്ട്. അവിടെ ഒരാൾ വായിക്കുമ്പോൾ, ഒരാൾ പരിഭാഷ വായിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായി തോന്നുന്ന സംശയം എന്തായിരിക്കും? മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്ത് ഇബ്ലീസ് ഒഴികെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മനസ്സിലാവുക? ഇബ്ലീസ് മലക്കാനെ മനസ്സിലാവുള്ളൂ, അല്ലേ? എങ്കിൽ ഇബ്ലീസ് ജിന്നാണ് എന്ന് അള്ളാഹ് പറയുന്നത് അടുത്ത സൂറത്തിലാണ്. ഇവിടെ അൽ-കഹ്ഫിലാണ്. അൽ-കഹ്ഫിൽ ഇതേ സംഭവം വീണ്ടും പറയും. ഇതേ സംഭവം വീണ്ടും പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് കാന മിനൽ ജിന്നി. എന്താണ് കാന? അതൊരു സംശയം തീർന്നു. അപ്പൊ ഒരു ഖുർആൻ പരിഭാഷ വായിക്കുന്ന ഒരാൾക്ക് ഇബ്ലീസ് ജിന്നാണ് എന്ന് അറിയാൻ ഏതുവരെ വായിക്കണം? ഖുർആൻ പകുതി വായിക്കണം. അൽ-കഹ്ഫ് പകുതിയിലാണ്, അതുവരെ വായിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇത് പഠിപ്പിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ ഈ നമ്പർ പറഞ്ഞാലേ നമുക്കത് റെഫർ ചെയ്യാൻ പറ്റും. ഏത് നിങ്ങൾ പറഞ്ഞല്ലോ അൽ-ബഖറ മുതൽ സൂറത്തുൽ ഇസ്രാ വരെ എവിടെയെല്ലാം ഈ റെഫറൻസ് വരുന്നുണ്ട് അത് പറയാം. അപ്പൊ ഇത് ഇവിടെ 18 എത്ര നമുക്ക് എന്തിന്
ഇത് ജിന്നാന്ന് മനസ്സിലാക്കണമെങ്കിൽ. ഇതേപോലെയാണ് പല കാര്യങ്ങളും. നമ്മൾ ഖുർആനെ അങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ സാധാരണ ഫഹ്മുൽ ഖുർആൻ ഉണ്ട്, തഫ്സീറുൽ ഖുർആൻ ഉണ്ട്, തദബ്ബുർ ഖുർആൻ ഉണ്ട്. ഇതിൽ നമ്മൾ തദബ്ബുറിലേക്ക് എത്തണമെങ്കിൽ എന്ന് പറഞ്ഞ ആയത്തുകളൊക്കെ ശേഖരിച്ച് വെച്ച് പഠിക്കുമ്പോൾ ഇബ്ലീസ് ജിന്നാണ് എന്ന് മനസ്സിലാക്കി. ഇനി ഞാനത് സൂചിപ്പിക്കുന്നു മാത്രം. ശരി, ഖാല കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കണം, ആയത്ത് ശ്രദ്ധിക്കണേ. ഇബ്ലീസ് അവൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ആ സുജൂദ് തക്ലീമിന്റെ സുജൂദാണ്. കറംത, അതായത് മറ്റേ ഇബാദത്തിന്റെ സുജൂദല്ല, അത് കറംത അലയ്യ. അത് എന്നേക്കാൾ ഈ കാരണം ആദരവിന്റെ സുജൂദാണ് കൊടുക്കുന്നത്. എന്നേക്കാൾ ആദരിച്ച ഈ ആദം, എന്നേക്കാൾ ആദരിച്ച ഇത് ആരാണ്, ഇവൻ ആരാണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പൊ അവിടെ ഏറ്റവും വലിയ ആദരവ് പാലിക്കേ ഇബ്ലീസിനെ. ഇബ്ലീസിനോട് ആദരവിന്റെ സുജൂദ് ഇബ്ലീസിനേക്കാൾ വലിയ ആളായല്ലോ, ജിന്നിനേക്കാൾ മുന്നിലെത്തി. ശരി, അപ്പോ എന്നിട്ട് ഇവൻ പറയുന്ന വാക്ക് കേട്ടോ, അതാണ് ഖിയാമത്ത് നാൾ വരെ എനിക്ക് അവധി ആയുസ് നീട്ടി തരികയാണെങ്കിൽ. അടുത്ത വാക്ക് ശ്രദ്ധിച്ച് വെക്കണം. ഇപ്പോഴും ചില ആൾക്കാർ എന്താ പറയാറ്, ഇബ്ലീസ് അതൊരു വിശ്വാസം ഉണ്ടാക്കുള്ളൂ, ഒരു തോന്നല ഉണ്ടാക്കുള്ളൂ, നമ്മള് കഴിവൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാ കേട്ടോളൂ. ഖുർആനാണ്, അള്ളയാണ്. ഇത് നിങ്ങൾക്ക് ഏത് പരിഭാഷയ്ക്ക് വായിച്ചോളൂ. എന്താ ഇബ്ലീസ് പറഞ്ഞത്? ഞാൻ കീഴ്പ്പെടുത്തി വെക്കുക തന്നെ ചെയ്യും. എന്താണ്? ഞാൻ കീഴ്പ്പെടുത്തി വെക്കുക തന്നെ ചെയ്യും. കീഴ്പ്പെടുത്തി വെക്കുന്നല്ല, ലാമുണ്ട്, തഹ്കീദിന്റെ ലാമുണ്ട്, തഹ്കീദിന്റെ നൂനുണ്ട്. ആദ്യത്തിലും അവസാനത്തിലും ദുർഗിയത്വവും ഈ ആദമിന്റെ മക്കളെ, ഇവന്റെ മക്കളെ, ആദം മക്കളെ, മനുഷ്യന്മാരെ ഞാൻ കീഴ്പ്പെടുത്തി വെക്കും. ഇല്ല കഴിയില്ല, കുറച്ച് ആൾക്കാർ ഒഴികെ. ആ ആൾക്കാർ ആരെന്ന് ആശുപത്രി കുറച്ച് ആൾക്കാരെ ഒഴികെ ബാക്കി എല്ലാവരും ഞാൻ കീഴ്പ്പെടുത്തി വെക്കും. ഇങ്ങനെയുണ്ട് വിശ്വാസം ഉണ്ടാക്കുന്ന അല്ല, കീഴ്പ്പെടുത്തി വെക്കുക തന്നെ ചെയ്യും. തീർന്നിട്ടില്ല. അപ്പൊ അള്ള പറഞ്ഞ വാക്ക് കാലം, അള്ള പറഞ്ഞത് പവൻ തപിയാക്കും, അവരിൽ നിന്ന് നിന്നെ ആരൊക്കെ പിൻപറ്റിയോ അവർക്കുള്ള പ്രതിഫലം, തികഞ്ഞ പ്രതിഫലം ജഹന്നമൻ. അത് നേരത്തെ പറഞ്ഞത്, ഒരാൾ നരകത്തിൽ എത്തുകയാണെങ്കിൽ കാരണക്കാരനായ നിന്നെ ആരൊക്കെ പിൻപറ്റോ അവർക്ക് നരകമാണ് അവർക്കുള്ള പ്രതിഫലം. അത് തികഞ്ഞ പ്രതിഫലം തന്നെയാണ്. ബാക്കി എന്തൊക്കെ ചെയ്യും? ഇബ്ലീസിന് അള്ളാഹ് കൊടുത്ത സ്വാതന്ത്ര്യം, നമ്മളിൽ കൊടുത്ത സ്വാതന്ത്ര്യം അള്ളാഹ് പറയാം. അള്ളാഹ് കൊടുക്കാൻ സ്വാതന്ത്ര്യം അള്ളാഹ് പറഞ്ഞു. എന്താണ് നമുക്ക്? എടാ, നിന്നെ കൊണ്ട് സാധിക്കുന്നവരെ നിന്റെ ശബ്ദം മുഖേന നീ ഇളക്കി വിട്ടുകൊള്ളുക. ശൈത്താൻ ബാധിക്കൂല എന്നത് പഠിച്ചോളൂ. നീ ഇളക്കി വിട്ടുകൊള്ളുക. മനുഷ്യതാഴ്ത്തമ്മിനും അവരിൽ നിന്ന് ആരൊക്കെ നിനക്ക് പറ്റോ അവരൊക്കെ നീ ഇളക്കി വിട്ടോ. സൗത്തിക്ക നിന്റെ ശബ്ദം കൊണ്ട്, ശൈത്താന്റെ ശബ്ദം. ശൈത്താൻ പോകുന്നത് കേട്ടില്ലേ? ഇത് പെരി ഒന്നുണ്ടായാൽ മതി. ഇതിനൊക്കെ നിഷേധിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ എപ്പോഴാ തീരാന്നറിയത്? പെരി ഒന്നുണ്ടായാൽ മതി. ഇടക്കിന്റെ ഇളകും, ഇളകിട്ട് മറിയും, ഇറങ്ങി ഓടും. ഡോക്ടർമാരെടുത്തുകൊണ്ട് ബ്ലഡ് പരിശോധിച്ച് എല്ലാം പരിശോധിച്ച് ഒരു തരക്കമില്ല, എല്ലാം ക്ലിയറാ. പിന്നെ എന്താ കാരണം എന്താണെന്നറിയില്ല, ഒരു കാരണവും അറിയില്ല. പിന്നെന്താ ചെയ്യുക? പിന്നെ ശരീരം തളർത്താൻ വരുന്നുള്ളൂ. ഡോക്ടർമാർ അതാ ചെയ്യുക. നാടി നരമ്പുകൾക്ക് ഒരു പ്രശ്നമില്ല, ബ്ലഡിന് ഒരു പ്രശ്നമില്ല, ഒന്നിനൊരു പ്രശ്നമില്ല. ഈ കുട്ടിക്ക് അടക്കം ഇളകും. അങ്ങനെ പല കുടുംബത്തിലുണ്ട്. അവനാന്റെ കുടുംബത്തിൽ ഒന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവും. ഈ അള്ള പറഞ്ഞതൊക്കെ മനസ്സിലാവും. അല്ലാത്ത കാലത്തൊന്നും ശരി ഒന്നുമില്ല. അവസാനം എന്താ ചെയ്യുക? ഡോക്ടർമാര് ശരീരം തളരാൻ മരുന്ന് കൊടുക്കും, നാടി നരമ്പുകൾ തളർത്തിയിടും. അതാ മരുന്ന്. പിന്നെ അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിന്റെ ശബ്ദം മുഖേന നിനക്ക് കൈ കിടന്ന് ഇറക്കി വിട്ടോ. ഇത് ഖുർആനിൻ നസ്സാണ്. ബാക്കി തീർന്നിട്ടില്ല. വായിക്കും.
അവർക്കെതിരിൽ നീ വിളിച്ചു കൂട്ടുക. മനുഷ്യൻ അവർക്കെതിരിൽ ആരാണ്? മനുഷ്യനാണ്. മനുഷ്യർക്കെതിരെ നീ വിളിച്ചു കൂട്ടുക. ആരൊക്കെ? ബിഹൈലിക, നിന്റെ കുതിരപ്പടയെ, വറജിലിക, നിന്റെ കാലാൾപ്പടയെ. അതാണ് ഈ ജുനൂദ്, സൈന്യം, കുതിരപ്പട, കാലാൾപ്പട. മനുഷ്യർക്കെതിരെ നിന്റെ കുതിരപ്പടയെയും നിന്റെ കാലാൾപ്പടയെയും നീ വിളിച്ചു ചേർക്കുക, വിളിച്ചു കൂട്ടുക. അള്ളയാണ് പറഞ്ഞത്. അതപ്പടി വിശ്വസിക്കുക. നിഷേധിക്കും വേണ്ട, വ്യാഖ്യാനിക്കും വേണ്ട. അതിന്റെ നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും മനുഷ്യർക്കെതിരെ നീ വിളിച്ചു കൂട്ടുക. ബാക്കി അവരെ മതലിലും മക്കളിലും നീ ഷെയർ എടുക്കുക. ഇബ്ലീസിന്, ശൈത്താന്മാർക്ക് ഷെയറുള്ള മതലുണ്ടാകും, ശൈത്താന്മാർക്ക് ഷെയറുള്ള മക്കളുണ്ടാകും. നമ്മളെ മക്കളിൽ ശൈത്താനൊരു പങ്കുണ്ടാകും. ഷാരിക്കുന്നത് നീ പങ്കാളിയാവാൻ. ഇബ്ലീസിന് കൊടുക്കുന്ന സ്വതന്ത്രയാണ്. അവരെ മതലിലും മക്കളിലും മുതലുണ്ടാകും. സക്കാത്ത് കൊടുക്കാത്ത മുതല്, പലിശ വാങ്ങിയ മുതല്, ഹറാമായ എല്ലാ മുതലും ആരുടെ പങ്കാളിത്താണ്? കാരണം എന്താ? ബാക്കി വായിക്കാം, മനസ്സിലാവുള്ളൂ. നീ അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഇപ്പൊ നോക്കിയാൽ ഇന്ന് ആരാ പലിശ വാങ്ങാത്തത്? ആരാ പെണ്ണ്? അത് അങ്ങനെയാണെങ്കിൽ കച്ചവടം നടക്കുമോ? അങ്ങനെയാണെങ്കിൽ പണി നടക്കുമോ? ഇത് നടക്കുമോ? അതൊന്നും ഇപ്പോഴത്തെ കാലത്തൊക്കെ നോക്കിയാൽ പറ്റും. ഇതൊക്കെ ആരാ പറഞ്ഞാലും, ആരാ പറഞ്ഞത്? ശൈത്താൻ. വഹിദുഹും, അങ്ങനെ പറയുന്നത് ശൈത്താനെ കുറിച്ച് സ്വതന്ത്ര. എന്നാ മനസ്സിലാക്കിപ്പോയി ഈ ശൈത്താനിന്റെ മോഹന വാഗ്ദാനങ്ങൾ. ബാക്കി അവരോട് ചെയ്യുന്ന വാഗ്ദാനം വഞ്ചന മാത്രമാണ്, ചതിയാണ്, വഞ്ചിക്കാണ്, അവരെ പറ്റിക്കാണ്. ശൈത്താൻ കൊടുക്കുന്ന ഓരോ വഞ്ചനയും ദുനിയാവിനെ ചതിക്കാണ്, വഞ്ചിക്കാണ് ചെയ്യുന്നത്. അപ്പൊ അല്ല പറയാണ്, നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ കുറച്ചാൾക്കാർ എഴുതിയെന്ന് പറഞ്ഞില്ലേ, നേരത്തെ ആയത്തിൽ ഇല്ല കഴിയില്ലാന്ന് പറഞ്ഞില്ലേ, ബിലീസ് പറഞ്ഞില്ലേ, കുറച്ചാൾക്കാരുടെ ബാക്കിയൊക്കെ ഞാൻ കീഴ്പ്പെടുത്തി വെക്കും പറഞ്ഞില്ലേ. ആ കുറച്ചാൾക്കാർ ആരാന്നറിയോ? ഇന്ന ഇബാദി, എന്റെ അടിമകളാണ്. ആരാ പറഞ്ഞത്? എല്ലാം കാഫിർ വന്നാൽ അടിമല്ലേ? അല്ലേ? എല്ലാം മുസ്ലിം വന്നാൽ അടിമല്ലേ? അല്ലേ? പിന്നെ അവ എന്റെ അടിമ എന്ന് പറഞ്ഞ ആരെ പറ്റിയാണ്? ഇബാദി എന്ന് പറഞ്ഞത് എന്റെ അടിമ എന്ന് പറഞ്ഞ ആരെ പറ്റി? ഇബാദുർ റഹ്മാൻ. ആരെ പറ്റി? ഇബാദുർ റഹ്മാൻ. ഇബാദുർ റഹ്മാന്റെ കയ്യിൽ എന്താ ഉണ്ടാവുക? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഉണ്ടോ? കയ്യിൽ ഖുർആൻ ഉണ്ടോ? ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടോ? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. നിനക്ക് അവരുടെ ഒരു അധികാരം ഉണ്ടാവില്ല. നിനക്ക് അവരുടെ ഒരു അധികാരം. മുഅവ്വദത്താനിലേക്ക് വരികയാണ് നമ്മൾ. മുഅവ്വദത്താനിലേക്കാണ് വരുന്നത്. പഠിക്കണം. ഈ ഖുർആൻ ഉണ്ടോ എങ്കിൽ അവരെ നിനക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. അവരെ നിനക്കൊരു അധികാരമില്ല. കാരണം കാരണം നിനക്ക് നിന്റെ റബ്ബിന്റെ വക്കീലായിട്ട് മതി. റബ്ബിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. റബ്ബുണ്ട്. ആ റബ്ബിനറിയാം, ആ റബ്ബിന്റെ കലാം അറിയാം. ആ റബ്ബിന്റെ കലാം പഠിക്കുന്ന അടിമയാണ് ഇബാദുർ റഹ്മാനാണ്. ശൈത്താൻ സ്വാധീനിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, മുഹമ്മദ് ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ശൈത്താൻ എവിടെ വരെ എന്ന് പറയുന്നത്? നമ്മുടെ മരണത്തിന്റെ അവസാന നിമിഷം വരെ വരും. ഈ കീഴ്പ്പെടുത്തി വെക്കൽ എവിടെ വരെ നടക്കും? ഈ കീഴ്പ്പെടുത്തി വെക്കൽ നമ്മൾ ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് വരെ, മരിക്കണ സമയത്ത് നമ്മുടെ ശരീരം ദുർബലമാണ്, നാഡീനരമ്പുകൾ ദുർബലമാണ്, നമ്മുടെ മസിലുകളൊക്കെ പവറുകളൊക്കെ പോയി, എല്ലാം അസ്തമിച്ചു. അവസാനം മരിക്കണ സമയത്ത് വരെ ശൈത്താൻ കീഴ്പ്പെടുത്തി വെക്കും. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, മരണം പലവിധമുണ്ട്, പലവിധ മരണമുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദിരി വമിനൽ തറദ്ദി വമിനൽ ഖറഖി വൽ ഹറഖ് വൽ ഹറം വഅഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്താൻ ഇൻദൽ മൗത്ത്. കെട്ടിടം തകർന്ന് മരിക്കുക, ഉയർത്തുന്ന വീണ് മരിക്കുക, കത്തി മരിക്കുക, വെന്ത് മരിക്കുക, മുങ്ങി മരിക്കുക, വറക്കുക, അങ്ങേയറ്റത്തെ വാർദ്ധക്യം, മലമൂത്ര വിസർജനം, ബെഡിൽ നിർവഹിച്ച് നോക്കാനാവില്ലാതെ കഷ്ടപ്പെട്ടുള്ള മരണം കാത്തുകൊള്ളണം.
റസൂൽ പറയാ വഅഊദു ബിക അൻ യതഹബ്ബതനി അശ്ശൈത്വാൻ, എന്നെ ശൈത്താൻ കീഴ്പ്പെടുത്തി വെക്കുക. എന്താ മരണത്തിന്റെ സമയത്ത്, മരണത്തിന്റെ സമയത്ത് വരെ എന്നെ ശൈത്താൻ കീഴ്പ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു മരണത്തിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു. സഹോദരങ്ങളെ, മുഹമ്മദത്തെ എപ്പോഴൊക്കെ ചെല്ലാൻ പറഞ്ഞു, അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും എപ്പോഴൊക്കെ ചെല്ലേണ്ടത്. നമുക്ക് ഒറ്റ ഉദാഹരണം, എന്നും നമ്മൾ മരണത്തിന് ഒരു ട്രെയിനിങ് നമ്മൾ വന്നുകൊണ്ടിരിക്കേണ്ടത്, മരിക്കാൻ നമുക്കൊരു ട്രെയിനിങ് ആവും വന്നുകൊണ്ടിരിക്കേണ്ടത്. ട്രെയിനിങ് ഏറ്റവും ആവശ്യമാണല്ലോ, ട്രെയിനിങ് ഉള്ളവരെ വിജയിക്കുള്ളൂ ഏത് കാര്യത്തിൽ. മരിക്കാനുള്ള ട്രെയിനിങ് ആണ് എന്നുമുള്ള ഉറക്ക്. ഖുർആനാണ്, ഹദീസാണ്. മരിക്കാനുള്ള ട്രെയിനിങ് ആണ് എന്നുമുള്ള ഉറക്ക്. അതിന് തൊട്ട് മുമ്പ് ഈ സൂറത്തോളം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദത്തെ തല മുതൽ കാല് വരെ തലവം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കും. നമുക്ക് ഈമാനോടുകൂടി മരിക്കാൻ കഴിയണമെങ്കിൽ ഈ മുഹമ്മദത്തെ പഠിച്ചേ പറ്റൂ. അതിൻ്റെ ആശയവും അർത്ഥവും പഠിച്ചേ പറ്റൂ. നമ്മൾ കേവലം ഒരു അർത്ഥം മാത്രമല്ല നമ്മൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ചെറിയ ഈ സൂറത്തിനെ അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ ഇത്രയും ആയത്തുകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം പഠിക്കാനുള്ള ഈ ഒരു താല്പര്യം മരണം വരെ അവൻ നിലനിർത്തി തരട്ടെ. അതിലുള്ള മുഴുവൻ തടസ്സങ്ങളെയും അല്ലാഹു നീക്കി തരട്ടെ. ആരും പറയാതെ, ആരും വിളിക്കാതെ, ആരും വാതിൽ വന്ന് മുട്ടാതെ, ആരും നിർബന്ധിക്കാതെ, സ്വമനസ്സാലെ ഇതെനിക്ക് വേണ്ടിയാണ്, എൻ്റെ മരണത്തിലുള്ള തയ്യാറെടുപ്പാണ് എന്ന ബോധത്തോടു കൂടി അള്ളാഹുവിൻ്റെ കലാം പഠിക്കാൻ താല്പര്യത്തോടെ ഇഷ്ടത്തോടെ ഇറങ്ങി വരാനുള്ള ഈമാൻ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ തഖ്വയോട് കൂടി ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ കുടുംബത്തിൽ സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. എന്നെ 5 കൊല്ലം ദീൻ പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ ഇന്നലെ മരണപ്പെടുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ വിവരണനായ ഗുരുനാഥനെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ഇൽമ പകർന്നു കൊടുത്തു എന്നതാണ്. അള്ളാഹു തആല അഹ്സാനുകൾ കബൂൽ ചെയ്യുമാറാവട്ടെ. സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. പറയാനാ താല്പര്യമുള്ളവർ